പത്തനംതിട്ട മല്ലപ്പള്ളി കോട്ടാങ്ങലിൽ യുവതിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻ കോടതി 1 ജഡ്ജി പി ജയകൃഷ്ണൻ ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചു. കോട്ടാങ്ങൽ സ്വദേശിയായ പുളിമൂട്ടിൽ വീട്ടിൽ നസീർ 44-നെയാണ് കോടതി ശിക്ഷിച്ചത്. അതിക്രമിച്ച് കയറി ക്രൂരകൃത്യം ചെയ്തതിന് പ്രതിക്ക് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും, പിഴ അടയ്ക്കാത്ത വർഷം 1 വർഷം അധിക തടവും, ബലാത്സംഗ കുറ്റത്തിന് 10 വർഷം കഠിന തടവും 1,00,000 രൂപ പിഴയും, പിഴ അടയ്ക്കാത്ത വർഷം 2 വർഷം അധിക തടവും, കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും 2,00,000 രൂപ പിഴയും, പിഴ അടയ്ക്കാത്ത വർഷം 3 വർഷം അധിക തടവുമാണ് ശിക്ഷയായി വിധിച്ചത്. 2019 ഡിസംബർ 15-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. യുവതി വീട്ടിൽ തനിച്ചായിരുന്ന സമയം നോക്കി പ്രതി ബലപ്രയോഗത്തോടെ കീഴ്പ്പെടുത്തി ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കിടപ്പുമുറിയിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. തുടക്കത്തിൽ കൊല്ലപ്പെട്ട യുവതിയുടെ ഭർത്താവിൻ്റെ മൊഴിപ്രകാരം അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത പെരുമ്പട്ടി പോലീസാണ് കേസ് അന്വേഷിച്ചത്. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് 2020 ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. തുടർ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തി. കൃത്യം മറച്ചുവെക്കാനായി യുവതി സ്വയം ജീവനൊടുക്കി എന്ന് തോന്നിപ്പിക്കും വിധം കെട്ടിത്തൂക്കുകയായിരുന്നു. ദൃക്സാക്ഷികൾ ഇല്ലായിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനകളും നടത്തിയ അന്വേഷണങ്ങളാണ് തടിക്കച്ചവടക്കാരനായ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ ജില്ലാ ക്രൈംബ്രാഞ്ചിന് സഹായമായത്. 2021-ലാണ് പ്രതിയായ നസീറിനെ പിടികൂടുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് DSP ആയിരുന്ന R പ്രതാപൻ നായരുടെ നേതൃത്വത്തിൽ SI-മാരായിരുന്ന ശ്യാംലാൽ, സുജാതൻപിള്ള, ASI-മാരായ യൂസഫ് കുട്ടി, സന്തോഷ് എന്നിവരുടെ അന്വേഷണത്തിലൂടെ പ്രതിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. മുൻ DYSP ആയിരുന്ന ജോഫിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണം പൂർത്തിയാക്കി മുൻ DYSP ഉമേഷ് കുമാർ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വ. ഹരിശങ്കർ പ്രസാദ് ഹാജരായി. കോടതി നടപടികളിൽ ASI ആൻസി സഹായി ആയി.